ഹല്ലേലൂയ. ജീസസ് ലവ്സ് യു. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ഊണൊക്കെ കഴിഞ്ഞോ എന്നുള്ളൊരു ചോദ്യം സർവ്വസാധാരണയായിട്ട് നമ്മൾ ചോദിക്കാറുണ്ട്. ഭക്ഷണം മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യമാണ്. മനുഷ്യൻ അധ്വാനിക്കുന്നതും മനുഷ്യൻ്റെ നെട്ടോട്ടമെല്ലാം അന്നന്നത്തെ ആഹാരത്തിനായിട്ടാണ്. നമ്മുടെ വളർച്ചയ്ക്കും നമ്മളുടെ ജീവൻ്റെ നിലനിൽപ്പിനും ഭക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഫുഡ് ഈസ് ദി ബേസിക് നീഡ് ഓഫ് ഹ്യൂമൻസ്. നമ്മുടെ വീട്ടിൽ അതിഥികൾ വന്നാൽ നമ്മൾ അവർക്ക് ഭക്ഷണം നൽകി കൊടുക്കാറുണ്ട്. വിവാഹത്തിനും മാമോദീസായ്ക്കും ബർത്ത്ഡേക്കും അങ്ങനെ വലിയ വലിയ ഫങ്ഷൻസിന് നമ്മൾ മറ്റുള്ളവർക്ക് ഭക്ഷണം വെച്ചു കൊടുക്കും. രോഗികളായിരിക്കുന്നവർക്ക് നമ്മൾ നല്ല പരിചരണത്തോടൊപ്പം നല്ല ആഹാരവും നൽകും. അധ്വാനിച്ച് ക്ഷീണിച്ച് വരുന്നവർക്ക് നമ്മൾ ആഹാരം കൊടുക്കും. അങ്ങനെ ഭക്ഷണം അത് മനുഷ്യൻ്റെ ജീവന് വേണ്ടി, മനുഷ്യൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, മനുഷ്യൻ്റെ ജീവൻ്റെ നിലനിൽപ്പിന് വേണ്ടി വളരെ പ്രധാനപ്പെട്ടതാണ്. അത് അടിസ്ഥാന ആവശ്യവുമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 29 ദൈവം ഇങ്ങനെ പറയുന്നു: ഭൂമിയിലെങ്ങും വിത്തുള്ള സസ്യങ്ങളും വൃക്ഷത്തിൻ്റെ വിത്തുള്ള ഫലം കായ്ക്കുന്ന സകല വൃക്ഷങ്ങളും ഇതാ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു, അവ നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ. മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിന് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ അറിയാവുന്നത് കൊണ്ട് ദൈവം അത് മനുഷ്യന് നേരത്തെ ഒരുക്കി കൊടുത്തു. പാപത്തിലൂടെ മനുഷ്യൻ അത് നഷ്ടപ്പെടുത്തി. പിന്നുള്ള അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, പാപം മൂലം മനുഷ്യൻ ഇനിയും അധ്വാനിച്ച് കഴിക്കേണ്ടി വരും എന്നാണ് അവിടെ നമ്മൾ കാണുന്നത്. പുതിയ നിയമത്തിൽ വരുമ്പോൾ 5 അപ്പവും 2 മീനും കൊണ്ട് 5000 ഭക്ഷിപ്പിച്ച യേശു ക്രിസ്തുവിൻ്റെ കഥ നമ്മൾ വളരെയേറെ വായിക്കുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. ആ അത്ഭുതത്തെ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. തങ്ങളുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ആവശ്യങ്ങളെ മാറ്റിവെച്ച് യേശുവിൻ്റെ പിറകെ ദൈവത്തെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും കേൾക്കുവാനും പഠിക്കുവാനും വന്ന ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശുവിന് അനുകമ്പയുണ്ടായി എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവരാജ്യത്തെക്കുറിച്ച് കേട്ടിരിക്കുന്ന ആ ജനക്കൂട്ടം സമയബോധമില്ലാതെ സമയം കടന്നുപോയത് അടിസ്ഥാന ആവശ്യമായ വിശപ്പ് കയറി വന്നപ്പോഴും ആഹാരം കഴിക്കുവാനുള്ള സമയമായപ്പോഴും സമയബോധമില്ലാതെ ഇരുന്നപ്പോൾ ശിഷ്യന്മാർ അത് കണ്ട് യേശുവിൻ്റെ അടുത്ത് ചെന്ന്, ഈ മരുഭൂമിയിൽ അവർക്ക് കൊടുക്കുവാനുള്ള ഒന്നും ഇല്ലല്ലോ, എന്നാൽ അവർക്ക് വേണ്ടി ഭക്ഷണം കണ്ടെത്തുകയും കഴിക്കുവാൻ വേണ്ടി അവരെ നമ്മൾ പറഞ്ഞയക്കട്ടെ എന്നുള്ള ചോദ്യത്തോടെ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുത്ത് വന്നപ്പോൾ യേശു അവരോട് പറഞ്ഞ ഒരു കാര്യം എന്നെ ഒത്തിരിയേറെ ഇന്ന് ആകർഷിച്ചു. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിൻ. You give them something to eat. തങ്ങളുടെ ജീവിതത്തിൻ്റെ ദൈനംദിന ജീവിതത്തിലെ ആവശ്യങ്ങളെ മാറ്റിവെച്ച് ദൈവരാജ്യത്തെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനും വന്ന് ദൈവത്തിന് പ്രാധാന്യം കൊടുത്ത ജനക്കൂട്ടത്തെക്കുറിച്ച് യേശുവിന് പൂർണ്ണ ഉത്തരവാദിത്വമുണ്ടായിരുന്നു. ജീസസ് വാസ് ഫുള്ളി റെസ്പോൺസിബിൾ ഫോർ ദി പീപ്പിൾ ഹൂ കെപ്റ്റ് അസൈഡ് their day-to-day activities and came to learn about the word of God. യേശുവിന് അവരെക്കുറിച്ച് പൂർണ്ണ ഉത്തരവാദിത്വമുണ്ടായിരുന്നു. യേശുവിന് അവരെക്കുറിച്ച് അനുകമ്പയുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ കർത്താവിൽ പ്രിയരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മളുടെ ജീവിതത്തിൻ്റെ ദൈനംദിന ജീവിതത്തിൻ്റെ ആവശ്യങ്ങളെ നമ്മൾ മാറ്റിവെച്ച് വചനം കേൾക്കുവാനും ദൈവരാജ്യത്തെക്കുറിച്ച് കേൾക്കുവാനും നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. ലൈറ്റ് പോയതാ, കുഴപ്പമില്ല. നമുക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. നമ്മളുടെ ആവശ്യങ്ങളെ ദൈവം മുഴുവനായിട്ട് അറിയുന്നുണ്ട്. നമ്മളുടെ ആവശ്യങ്ങളെ ദൈവം പൂർത്തീകരിച്ച് തരുവാൻ യോഗ്യനുമാണ്. രണ്ടാമത്തെ കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ഓർത്തു, എന്തിനാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് യു ഗിവ് ദം സംതിങ് ടു ഈറ്റ്?
യേശുവിന് വേണേൽ പറയാം, ഞാൻ 5000 പേരെ ഇപ്പം ഭക്ഷിപ്പിക്കുവാൻ പോകുവാണ്, ഞാൻ ചെയ്യുന്ന അത്ഭുതം കാണും എന്നൊക്കെ പറയാമായിരുന്നു. പക്ഷേ യേശു പറഞ്ഞു, യു ഗിവ് ദം സംതിങ് ടു ഈറ്റ്. ശിഷ്യന്മാർ യേശുവിൻ്റെ കൂടെ നടന്ന് യേശുവിൽ നിന്ന് ദൈവരാജ്യത്തെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത്, ഈ ശിഷ്യന്മാരാണ് ഇനി മറ്റുള്ളവർക്ക് ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുവാൻ ഉള്ള ദൗത്യം റെസ്പോൺസിബിലിറ്റി ഉള്ള ആൾക്കാർ. ദൈവരാജ്യത്തെക്കുറിച്ച് കേൾക്കാൻ വരുന്ന മനുഷ്യരെക്കുറിച്ച് അവർക്കൊരു റെസ്പോൺസിബിലിറ്റി ഇല്ലായിരുന്നു. അവർ യേശുവോട് വന്ന് പറയുവാണ്, ഇവരെ നമ്മൾ പറഞ്ഞയക്കാം. They were not responsible towards the people who came, towards the crowd who came. യേശു അവരോട് പറയുവാണ്, ശിഷ്യന്മാരോട് പറയുവാണ്, നിങ്ങൾക്ക് ഒരു ദൗത്യമുണ്ട്. യു ആർ റെസ്പോൺസിബിൾ ടുവേർഡ്സ് ദീസ് പീപ്പിൾ. അങ്ങനെയെങ്കിൽ കർത്താവിൽ പ്രിയരെ, ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങളും ഞാനും, ദൈവത്തിൻ്റെ വചനത്തെ കേട്ട് ഉൾക്കൊണ്ട് വിശ്വാസികൾ എന്ന് പറയുന്ന നിങ്ങളും ഞാനും, നമ്മൾക്ക് ദൈവം തരുന്ന ഒരു ദൗത്യമുണ്ട്. ശരീരത്തിന് ഭക്ഷണം എങ്ങനെ അടിസ്ഥാന ആവശ്യമാകുന്നു, അങ്ങനെ തന്നെ നമ്മളുടെ ആത്മാവിൻ്റെ വളർച്ചയ്ക്കും ആത്മാവിൻ്റെ നിലനിൽപ്പിനും വേണ്ടി ദൈവവചനം എന്ന ആഹാരം ആവശ്യമാണ്. ആ ആഹാരം നമ്മൾ ഭക്ഷിക്കുകയും യേശുവെ അനുഗമിക്കുന്നവരായതുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് ആ ആഹാരം വിളമ്പി കൊടുക്കുവാനുള്ള ദൗത്യം നമുക്കുണ്ട്. വി ആർ റെസ്പോൺസിബിൾ ടു സെർവ് ദി വേർഡ് ഓഫ് ഗോഡ് ടു അതേഴ്സ്. 2 കാര്യങ്ങളാണ് കർത്താവിൽ പ്രിയരെ ഇവിടെ പറഞ്ഞത്. ഒന്ന്, നമ്മളുടെ ആവശ്യങ്ങളെ മാറ്റിവെച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ പോകുമ്പോൾ നമ്മളുടെ ആവശ്യങ്ങളെ അറിയുന്ന ദൈവം അത് നമുക്ക് പൂർത്തീകരിച്ച് തരും. 2, ശരീരത്തിന് ഭക്ഷണം അങ്ങനെ ആത്മാവിൻ്റെ വളർച്ചയ്ക്കും നിലനിൽപ്പിനും ആവശ്യമാണ് ദൈവവചനം എന്ന ഭക്ഷണം. അത് നമ്മൾ ഭക്ഷിക്കുകയും മറ്റുള്ളവർക്ക് നൽകുകയും ചെയ്യാനുള്ള ദൗത്യം നമുക്കുണ്ട്. ദൈവം എന്നെയും നിങ്ങളെയും ദൈവവചനമായ ഭക്ഷണം മറ്റുള്ളവർക്ക് വിളമ്പി കൊടുക്കുവാൻ നമ്മളെ വളർത്തുകയും നമ്മളെ സഹായിക്കുകയും നമ്മളെ ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ.